മലയാളിയുടെ ജീവിതത്തെയും അതുപോലെ ഒരു സംസ്കാരത്തെ, മലയാളിയുടെ ചിന്തയെയൊക്കെ തിരിച്ചറിഞ്ഞ വളരെ ചുരുക്കം ചില സംവിധായകരാണ് മലയാള സിനിമയിലുള്ളത്. ഒരു മുൻനിരയിൽ സ്ഥാനമുണ്ട് താങ്കൾക്ക്. ഒരു സംവിധായകൻ എന്ന നിലയിൽ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എത്രത്തോളം സംതൃപ്തനാണ്? ഒന്നാമത് ഞാൻ സ്വയം അങ്ങനെ സത്യൻ അന്തിക്കാട് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംവിധായകനെ തിരിഞ്ഞു നോക്കാറില്ല. കാരണം സംവിധാനം തുടങ്ങിയത് മുതൽ ഇപ്പോൾ 82-ലാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അന്ന് തൊട്ട് മുന്നോട്ട് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത് എന്താണ്, അതിലെ എന്തെല്ലാം നേട്ടങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം കോട്ടങ്ങളാണെന്നുള്ളതിനെ പറ്റി കൂടുതൽ തിരിഞ്ഞു നോക്കാറില്ല. അപ്പം തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളത് നല്ല സെൻസിലാണ് ഞാൻ പറയുന്നത്. കാരണം അതിൻ്റെ പ്രശസ്തിയോ അല്ലെങ്കിൽ ഓടിയ പടങ്ങളുടെ ഒരു ലിസ്റ്റോ എന്നെ കൂടുതൽ ആഹ്ലാദിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് എന്നെ പറ്റിയുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ലാത്ത സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്താതലത്തിലുള്ളവർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു സംവിധായകൻ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് വലിയ പരിവേഷങ്ങൾ എനിക്ക് സ്വയം കൽപ്പിച്ച് നൽകാറില്ല. ഭാഷയ്ക്കപ്പുറത്തേക്ക് എത്തിക്കാവുന്ന തരത്തിലാണ് താങ്കളുടെ സിനിമയുടെ ഒരു സ്വഭാവമൊക്കെ. എന്നിട്ട് പോലും ഒരു ചിത്രത്തെ പോലും മൊഴിമാറ്റം ചെയ്യാൻ ശ്രമിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. മലയാളം മാത്രം മതി എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു? അല്ല, എനിക്ക് സത്യത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം എനിക്ക് ധാരാളം അത്തരം അവസരങ്ങൾ വന്നിരുന്നു. പലപ്പോഴും എൻ്റെ ആദ്യകാല സിനിമകൾ റീമേക്ക് ചെയ്യപ്പെടുമ്പോഴും ഈ അടുത്ത കാലത്ത് അടക്കം ഇപ്പോൾ ഇളയരാജ തമിഴിലെ ഒരു വളരെ വലിയ ഫിലിം ബാനറിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരികയും അച്ചുവിൻ്റെ അമ്മയും ഭാഗ്യദേവതയൊക്കെ തമിഴിൽ ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞത് 3 മാസം ശ്രമിച്ചാൽ മതി, കാര്യം ഒരു സിനിമ ഉണ്ടല്ലോ അതൊന്ന് തമിഴിലാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ നാടോടിക്കാറ്റും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും സന്മനസ്സുള്ള സമാധാനമൊക്കെ അതുപോലുള്ള ഓഫറുകൾ വന്നിട്ട് ഞാൻ ഉപേക്ഷിച്ചതാണ്. അതുപോലെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തന്നെ ഒരു സിനിമ മറ്റൊരു ഭാഷയിൽ രണ്ടാമത് സംവിധാനം ചെയ്യുന്നതിൽ എനിക്ക് വലിയൊരു തൃപ്തി തോന്നുന്നില്ല. കാരണം അതൊരു റീടേക്ക് പോലെയാണ് എനിക്ക് തോന്നുന്നുള്ളൂ. അത് വളരെ അപൂർവമായിട്ട് തോന്നുന്ന സംഗതിയായിരിക്കാം. ഇത് ഒരു സാമ്പത്തിക ലാഭത്തിനപ്പുറത്ത് എൻ്റെ ഒരു പ്രശസ്തി എല്ലാ ദേശങ്ങളിലും എത്തിക്കണമെന്നുള്ള ചിന്തയൊന്നുമില്ല. ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ സംതൃപ്തനാണെന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അച്ചുവിൻ്റെ അമ്മ മാത്രമാണ് ഞാനൊന്ന് വേണമെങ്കിൽ വേറൊരു ഭാഷയിൽ ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചത്, അത് തമിഴിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അതിൻ്റെ ടോട്ടൽ സ്ക്രിപ്റ്റിൽ കുറേ ചേഞ്ചസ് വരുത്തേണ്ടി വരും. കാരണം തമിഴിൻ്റെ കൾച്ചർ, പിന്നെ മറ്റൊന്ന് ആ ഭാഷകളിൽ വളരെ മിടുക്കന്മാരായ സംവിധായകരുണ്ട്. തമിഴായാലും ഹിന്ദി ആയാലും തെലുങ്കായാലും എല്ലാം നല്ല മിടുക്കന്മാരായ എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്ന ഒരുപാട് സംവിധായകരുണ്ട്. അവരോട് ഞാൻ മത്സരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തമിഴിലാണെങ്കിൽ ഇപ്പോൾ പുതിയ ശശികുമാറും ചേരനും അമീറും അങ്ങനെ ധാരാളം നല്ല ഡയറക്ടേഴ്സ് വന്നിരിക്കുന്നു. അപ്പോൾ അവരുടെ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ അവർക്ക് അവരുടെ കൾച്ചറിൽ നിന്നുകൊണ്ട് സിനിമ ചെയ്യുന്നു. എനിക്ക് ഇവിടെ ഒരു സീറ്റുണ്ട്, ഞാനത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക്. അത്തരം ഒരു മോഹങ്ങളില്ല. അതല്ലാതെ എനിക്ക് അർഹിക്കുന്ന ബഹുമതി കിട്ടിയില്ല എന്നോ ഞാൻ കേരളത്തിൻ്റെ അതിർത്തികൾ വിട്ട് അപ്പുറത്തേക്ക് കടന്നില്ല എന്നുള്ള 1% പോലും ദുഃഖം എനിക്കില്ല. ഇപ്പോൾ താങ്കൾക്കൊപ്പം ഒരു കാലത്ത് സിനിമയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടു നിന്നിരുന്ന പ്രമുഖരായ പല സംവിധായകരും ഇന്ന് സിനിമാ രംഗത്തേ ഇല്ല. പ്രേക്ഷകരാൽ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പലരും പിൻവാങ്ങിയിട്ടുണ്ട്. ജോഷി അടങ്ങുന്ന വളരെ ചുരുക്കം ചിലരാണുള്ളത്. അവിടെയാണ് സത്യൻ അന്തിക്കാട് എന്ന സംവിധായകൻ ഒരു പരാജയങ്ങൾ അറിയാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്ത്രമാണ് ഉപയോഗിക്കാറുള്ളത്? അല്ല, തീർച്ചയായിട്ടും അത് വളരെ സത്യസന്ധമായ കാര്യം ഞാൻ തന്നെ ശ്രദ്ധിക്കാറുള്ളതാണ്. എൻ്റെ കൂടെയോ അല്ലെങ്കിൽ എനിക്ക് ശേഷമോ വന്ന പല സംവിധായകരും, വളരെ കഴിവുള്ള ആളുകൾ പോലും ഇപ്പോൾ സജീവമായി രംഗത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ബുദ്ധിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ ശ്രദ്ധാപൂർവം മാത്രം ഒരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും ആ പ്രോജക്റ്റിൽ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുന്നത് തന്നെയാണ്. ഒറ്റ കാര്യം, സിൻസിയറായിട്ട് ഞാൻ എൻ്റെ സിനിമയെ സമീപിക്കുന്നു. ഒരു സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതെൻ്റെ സിനിമയാണ് എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുന്നു. അതിൽ എനിക്ക് ചില നഷ്ടങ്ങൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ സമകാലീനരായ സംവിധായകർക്ക് കിട്ടുന്ന ചിലപ്പോൾ പ്രതിഫലം എനിക്ക് തരാതെ ചിലപ്പോൾ പ്രൊഡ്യൂസർ മുങ്ങിക്കളഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ അത്ര വലിയ ഭീമമായ ഓഫേഴ്സ് എന്നെ അട്രാക്റ്റ് ചെയ്തില്ല എന്ന് വരാം. അത്തരം ചില നഷ്ടങ്ങൾ ചിലപ്പോൾ എനിക്കുണ്ടായിട്ടുണ്ടാവാം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എനിക്ക് ഫ്രീ ആയിട്ട് സിനിമ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. ഒരു പണം എന്ന് പറയുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു സങ്കല്പമാണ്.
നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കുകയും മാന്യമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് പണമെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചത് കേട്ടിട്ടുണ്ട്. ഈ ബാങ്കുകളിലുള്ള ലോക്കറുകളിലുള്ള കുറേ സർട്ടിഫിക്കറ്റുകളും കുറേ ഷെയറിൻ്റെ പേപ്പേഴ്സും അല്ലെങ്കിൽ കുറേ പാസ്ബുക്കിലെ എണ്ണം കൂടുന്ന നമ്പേഴ്സും ഒക്കെയാണ് പണം. അല്ലാതെ നമ്മൾ ഒരു ക്രയവിക്രയം ചെയ്യാനുള്ള പണത്തിനൊരു ലിമിറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും എൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നതിനെ പറ്റി ഞാൻ വളരെ ബോധവാനാണ്. എപ്പോഴും ഞാൻ വളരെ ബോധവാനാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഒരു 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 തന്ത്രശാലി അല്ലെങ്കിൽ ഒരു സൂത്രശാലി അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത ചുവട് പിഴയ്ക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ വളരെ കാര്യമായിട്ട് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരു കുത്തൊഴുക്കിൽപ്പെട്ടിട്ട് പോകാതിരിക്കാൻ ഞാൻ പിടിച്ചു നിൽക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അതിന് കരുക്കൾ നീക്കുന്നത് വളരെ തന്ത്രപൂർവ്വം തന്നെ കരുക്കൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ മോഹൻലാലിനെ വെച്ച് മാത്രം സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 19 സിനിമയോളം. മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് എത്തിയതിന് ശേഷം 2-3 സിനിമയെ ഞാൻ മോഹൻലാലിനെ വെച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അന്നൊരു സാഹചര്യം കൊണ്ടാണ് എനിക്ക് മാറിയിട്ട് തലയണമന്തത്തിലേക്കോ അല്ലെങ്കിൽ പൊന്മുട്ടയുടെ താറാവിലേക്കോ മഴവിൽക്കാവിലേക്കോ മാറേണ്ടി വന്നതെങ്കിലും പിന്നീട് അതെനിക്ക് വളരെ ഗുണമായി മാറി. കാരണം എൻ്റെ സിനിമയിൽ ഒരു താരത്തിന് മാത്രം കാണാനായിട്ട് ആളുകൾ കാണുന്നില്ല, ഒരു ബ്രാൻഡ് ചെയ്യപ്പെടുന്നില്ല, ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ താരമൂല്യം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാറില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന നിർമ്മാതാക്കൾ പറയുന്നത് എനിക്കിഷ്ടമുള്ള സിനിമ ചെയ്യാനാണ്. അപ്പോൾ അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഞാൻ അത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ അടിപതറാതിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇവിടുത്തെ നിർമ്മാതാക്കൾ എത്രത്തോളം അവർ സുരക്ഷിതരാണ്? നിർമ്മാതാക്കൾ പലപ്പോഴും സുരക്ഷിതരല്ല എന്നുള്ളത് വലിയ സത്യമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ആത്മാർത്ഥതയുള്ള ആളുകൾ വളരെ കുറഞ്ഞു തുടങ്ങി. സിനിമ എന്ന ഒരു 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 വ്യവസായം അതൊരു കലയും കൂടിയാണെന്നുള്ള ചിന്ത ഉള്ളവർ വളരെ കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ സിനിമയുടെ അപജയത്തിന് ഒരു കാരണമായിട്ടുണ്ട്. പണ്ട് സേതുമാധവനും വിൻസെൻറ്റും പി ഭാസ്കരനും പി എൻ മേനൊക്കെ സിനിമ ചെയ്യുമ്പോൾ അവരുടെ പാഷൻ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഇന്ന് ഒരു സിനിമ കഴിഞ്ഞാൽ എത്ര ലക്ഷം കയറ്റാം, അല്ലെങ്കിൽ ആ നിർമ്മാതാവിനെ കൊണ്ട് എത്ര രൂപ ചെലവഴിപ്പിച്ചിട്ട് എനിക്കെന്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ എൻ്റെ പബ്ലിസിറ്റി എങ്ങനെ കൂട്ടാം എന്ന് ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിൽ നല്ലതേതാണ് ചീത്തതേതാണെന്ന് തിരിച്ചറിയാൻ ഒരിക്കലും പറ്റില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല നിർമ്മാതാക്കളും സുരക്ഷിതരാകുന്നില്ല. അതാണ് നിർമ്മാതാക്കൾ ഇവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കാത്തത്. അല്ലാതെ സിനിമ എന്ന് പറയുന്നതിൻ്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് പലപ്പോഴും പറയാറുണ്ടെങ്കിലും സിനിമ വളരെ ബെറ്റർ ആയിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ്. കാരണം ഇന്ന് പണ്ടത്തിനേക്കാൾ കൂടുതൽ വിപണന മൂല്യമുണ്ട്. ഇപ്പം സാറ്റലൈറ്റ് റൈറ്റും അന്യ രാജ്യങ്ങളിലേക്കുള്ള റൈറ്റ്സൊക്കെ വെച്ചിട്ട് സിനിമ ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അതിനൊരു കറക്റ്റ് തയ്യാറെടുപ്പോട് കൂടി വരുന്ന ആളുകൾ കുറവാണ്. എങ്ങനെയെങ്കിലും ഒരു സിനിമ ഉണ്ടാവണം എന്ന് വിചാരിച്ചൊരു പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കുകയും അയാളെ മോഹിപ്പിക്കുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു താരത്തിനെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുകയും, അതായത് ചീറ്റ് ചെയ്യുന്ന ആളുകൾ കൂടിയിട്ടുണ്ട്. വളരെ പരിചയസമ്പന്നനായ ഒരു സംവിധായകൻ എന്ന നിലയിൽ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന യുവ സംവിധായകരോട്, അതുപോലെ അറിഞ്ഞോ അറിയാതെയോ നിർമ്മാതാവിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്ന യുവ സംവിധായകരോട് എന്തു പറയാനുണ്ടാവും? ആദ്യം തന്നെ അവനവനെ മനസ്സിലാക്കണം. എൻ്റെ പരിമിതികൾ എന്താണ്, എൻ്റെ കഴിവ് എന്താണ്, എനിക്ക് ഇത്രത്തോളം അറിയാം. ഇപ്പോൾ വേറൊരാൾ ഇപ്പോൾ മണിരത്നം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാളെ അതുപോലെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എത്ര ചെറിയവനായാലും അവൻ്റേതായിട്ടുള്ള കഴിവുകളുണ്ടാവും, അവനനുസരിച്ചിട്ടുള്ള രീതി. അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളെ ചിലപ്പോൾ 1000 ആളുകൾ ഭയങ്കരമായിട്ട് പുകഴ്ത്തുമായിരിക്കാം, വളരെ കൂടുതൽ വിമർശിക്കുമായിരിക്കാം. ഇതിൽ രണ്ടിലും പെട്ടു പോകേണ്ട കാര്യമില്ല. നമ്മളാരാണെന്ന് നമുക്കൊരു ബോധമുണ്ടെങ്കിൽ അതാണ് ആദ്യം വേണ്ട ഒരു സാധനം. ഞാൻ ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കണം ഓരോ സംവിധായകനും. അപ്പോൾ അവൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് എനിക്ക് എന്താണ് പറയേണ്ടത്, ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തിനാണ് ഈ സിനിമ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഈ ചെയ്യുന്ന ആൾക്കെങ്കിലും മനസ്സിലായിരിക്കണം. ഈ സിനിമ എന്തിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, ആ സിനിമയിലൂടെ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മാന്യമായിട്ട് പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റു യാതൊരു ലക്ഷ്യങ്ങളിലേക്കും പോകേണ്ടതില്ല. സിനിമയുടെ ആർഭാടങ്ങളോ സിനിമയുടേതായിട്ടുള്ള സുഖ സൗകര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. മറ്റൊരാൾ ചെയ്യുന്ന പോലെ ഞാനെപ്പോഴും ചിന്തിക്കാറുള്ളത്, എൻ്റെ ചേട്ടൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വേറൊരാൾ ഡോക്ടറാണ്. അവരവരുടെ തൊഴിലിനോട് കാണിക്കുന്ന ഒരു നീതി ഉണ്ടല്ലോ, ആ നീതി നമ്മളോട് കാണിച്ചാൽ മതി. ഒറ്റ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ എന്ന് പറയുന്നത് ഗ്ലാമറസ് ഫീൽഡായതുകൊണ്ട്
നമ്മൾ ചെന്ന് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നമുക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു അംഗീകാരവും പ്രശസ്തിയും കിട്ടുകയാണ്. അതിൽ ഇളകിപ്പോവുകയാണ് പലപ്പോഴും. എത്ര ഒരു ആളുകളെ പ്രശംസ കൊണ്ട് പൊതിയാൻ ശ്രമിച്ചാലും നമ്മൾ ആരാണെന്നുള്ളതിനെ പറ്റിയുള്ള സ്വയം ബോധം ഉണ്ടെങ്കിൽ ഒരിക്കലും തകർന്നു പോവില്ല എന്നെനിക്കറിയാം. പിന്നെ ഒരു പരാജയം ഉണ്ടായാൽ പോലും അത് താങ്ങാവുന്ന വിധത്തിലുള്ള ചെലവ് ആ സിനിമയ്ക്ക് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് മത്സരിക്കേണ്ട, ഇപ്പോൾ തമിഴിലെ സിനിമകളോടോ ഹിന്ദിയിലെ സിനിമകളോടോ തെലുങ്കിലെ സിനിമകളോടോ മത്സരിക്കേണ്ടത് നമ്മുടെ ആശയങ്ങൾ കൊണ്ടാണ്, അതല്ലാതെ അതിൻ്റെ കെട്ടുകാഴ്ചകൾ കൊണ്ടല്ല. അപ്പോൾ ഒരുപാട് ആളുകൾ ടെക്നോളജി വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. നമ്മുടെ സിനിമയ്ക്ക് എന്താ ആവശ്യമുണ്ടോ അത് മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ജോലിയിലെ നിർമ്മാതാവിനോട് വളരെ കൂടുതൽ കമ്മിറ്റഡ് ആയിരിക്കുക. ആ നിർമ്മാതാവ് ചിലപ്പോൾ പുതിയൊരാളായിരിക്കാം, ചിലപ്പം അയാൾക്കധികം അതിനെപ്പറ്റി അറിവില്ലാത്ത ഒരാളായിരിക്കാം. എങ്കിലും നമുക്ക് ആ നിർമ്മാതാവിനോട്, പണം ചിലവാക്കുന്ന നിർമ്മാതാവിനോടുള്ളൊരു ഉത്തരവാദിത്വം, അയാളെ മോശമായ രീതിയിലേക്ക് ചിലവാക്കാതിരിക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ടാവണം. അത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. നിലനിൽപ്പിന് പലപ്പോഴും അത്യാവശ്യമുള്ള കാര്യമാണ്. ചിലപ്പോൾ പണം മുടക്കാൻ കണ്ടമാനം പൈസ ഇറക്കാൻ ചിലപ്പോൾ തയ്യാറാവുന്നുണ്ടാവാം. അതിലെത്രത്തോളം ഈ സിനിമയിൽ മുടക്കിപ്പിക്കണം എന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. വളരെ സൂക്ഷ്മതയുടെ സിനിമയെ കാണുന്ന ഇന്നും നിലനിൽക്കുന്ന ഒരു സംവിധായകൻ ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും ആരെ മുന്നിൽ കണ്ടിട്ടാണ് ഒരു സിനിമയെ സമീപിക്കുന്നത്? ഇപ്പോൾ വർഷങ്ങളായിട്ട് താങ്കളുടെ സത്യനന്ദിക്കാട് എന്ന് പറയുന്ന സംവിധായകരിൽ നിന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പ്രേക്ഷകരെയാണോ, അതുപോലെ താങ്കളെ വിശ്വസിച്ച് പണം മുടക്കുന്ന ഒരു നിർമ്മാതാവിനെയാണോ, താങ്കളുടെ തന്നെ കാഴ്ചപ്പാടിനെയാണോ? ശരിക്കും ഒരു സംവിധായകൻ എന്ന നിലയിൽ ആരോടാണ് കമ്മിറ്റ്മെൻറ്റ്? ഞാനത് പ്രധാനമായിട്ടും പ്രേക്ഷകന് തന്നെയാണ്. കാര്യം എന്നിൽ നിന്ന് ഒന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. അവരെ നിരാശപ്പെടുത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മാതാവ് സേഫാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സിനിമ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഇപ്പം മറ്റുള്ളവർക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കാത്തിരിക്കുന്ന ആരാധകരുണ്ടെന്നോ പറയാം. ഞാനൊരിക്കലും അത് വിശ്വസിക്കുന്നില്ല. കാര്യം ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള വിധിയുണ്ട്. ആ സിനിമ നന്നായാൽ മാത്രമാണ് അത് ഓടുന്നുള്ളൂ. ആദ്യത്തെ 1-2 ദിവസം ഈ പറഞ്ഞ ആളുകൾ വല്ലപ്പോൾ വന്ന് നോക്കുമായിരിക്കാം. അപ്പോൾ എൻ്റെ സിനിമ കാണുന്ന മുഴുവൻ എൻ്റെ ആരാധകരല്ല എന്ന് ഞാൻ ആദ്യം വിശ്വസിക്കണം. അവർ ഒരു കുഴപ്പമില്ലാത്ത സിനിമകൾ ചെയ്യുന്ന ഒരാളെന്നുള്ള വിശ്വാസം മാത്രമാണ് എന്നിലുള്ളത്. അപ്പോൾ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്ന പലപ്പോഴും ഓഡിറ്റോറിയത്തിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ള, ഞാനൊരു പ്രേക്ഷകനായിക്കൊണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം നിർമ്മാതാവിനെ സ്വാഭാവികമായിട്ടും രക്ഷിക്കാൻ സാധിക്കുന്നത് ഈ പ്രേക്ഷകർക്ക് തൃപ്തികരമായൊരു സിനിമ കൊടുക്കാൻ എനിക്ക് സാധിച്ചാൽ ഞാനും എൻ്റെ ടീമും എൻ്റെ പ്രൊഡ്യൂസറും എല്ലാം രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ കണ്ടു തന്നെയാണ് ഞാനതിൽ ഞാൻ നേരത്തെ പലപ്പോഴും പറയാറുണ്ട്, ഈ ഇമേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, പരിമിതിയാണോ ബാധ്യതയാണോ? ശരിയാണ്. എൻ്റെ സിനിമയിൽ മോശമായൊരു വാചകങ്ങളോ മോശമായൊരു ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഫാമിലിയായിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത മാറ്ററുകളോ ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയിൽ പരാതി തന്നെയാണ്. കാര്യം ഒരു ഫിലിം മേക്കർ ഓപ്പണായിരിക്കണം. ശരിക്കും പറഞ്ഞാൽ അത്തരം ആളുകൾ വേറെ ധാരാളം ഉണ്ടല്ലോ. ഞാൻ എൻ്റേതായിട്ടുള്ള റൂട്ടിൽ കൂടെ, ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷ ഒരു കവിതയുണ്ട്, ആന പോകുന്ന പൂമരത്തിൻ്റെ ചോടെ പോകുന്നത് ആരോടോ, ആരനുമല്ല കൂരനുമല്ല കുഞ്ഞുണ്ണി മാഷും കുട്ടികളും. അതായത് മാഷ് വിഹരിക്കുന്ന മേഖല കവിതയാണ്. അതിൽ വള്ളത്തോളും കുമാരനാശാനും ഉള്ളൂരും അങ്ങനെ വലിയ വലിയ ആനകൾ പോയിക്കൊണ്ടിരുന്ന ഒരു പൂമരത്തിൻ്റെ ചോട്ടിൽ കൂടെ ഞാനും എൻ്റെ കുട്ടികളും പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വലിയ വമ്പൻ സംവിധായകരോ വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനും എൻ്റെ പ്രേക്ഷകരും എൻ്റെ കൂടെ വരുന്ന പ്രേക്ഷകരും അതൊക്കെ പോയിക്കൊണ്ടിരിക്കും.